ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പുരാതന ക്ഷേത്രമാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാ ദേവാലയങ്ങൾ ഒന്നായിട്ട് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു കേട്ടോ. ഒരു സായം സന്ധ്യയിലെ പെരുവനത്തിൽ, പൂരവനം എന്ന് പറയും, പെരുവനത്തിൽ, ഇന്നത്തെ പെരുവനത്തിൽ രട്ടേപ്പൻ്റെ സന്നിധിയിൽ ഭാർഗവരാമൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ധ്യാനത്തിൽ ഒരു വിളിപ്പാടകല് ഒരു ദിവ്യ തേജസ് തെളിഞ്ഞു. ധ്യാനം ഉണർന്നു നോക്കുമ്പോൾ തോന്നലല്ലാതെ യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം സന്ധ്യ മയങ്ങിയിരുന്നു. പെരുവനം ഇരുട്ടിൻ്റെ ഒരു കരിമ്പട തണുപ്പ് അണിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോഴും വെളിപ്പാടകല് ഒരു ദിവ്യ തേജസ് ഇങ്ങനെ തെളിഞ്ഞു നിന്നു കേട്ടോ. അവിടെ ചെല്ലാൻ എന്താണൊരു വഴി എന്ന് അദ്ദേഹം ധ്യാനത്തിൽ വഴിവിളക്കായിട്ട് സുദർശനത്തെ ധ്യാനിച്ചു. ഉടനെ വഴിവിളക്കായി സുദർശനമെത്തി. അത് കാട്ടിയ വഴിയിലൂടെ ഭാർഗവൻ നടന്നു ചെന്നു അത്രേ. ജ്യോതിയുടെ കാഴ്ചപ്പാടിലെത്തിയിട്ട് ആ തേജസ്സിന്റെ അത്യുഗ്രമായ ചൂട് കാരണം അവിടെ എത്താനും ചെല്ലാനും സാധിച്ചില്ല. ഭാർഗവരാമൻ ധ്യാനം കൊണ്ട് ധ്യാനത്തിൽ തെളിഞ്ഞു. താൻ നിൽക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരകർത്താക്കളായ അടക്കം 30 മുക്കോടി ദേവകളുടെ ശക്തിയത്രയും കൈത്തലത്തിൽ ഒതുക്കി നിർത്തി നിൽക്കുന്ന ആദിശക്തിയുടെ സന്നിധിയിലാണ് അദ്ദേഹത്തിന് മനസ്സിലായി. തട്ടകത്തിന്റെ നാഥയായ ആദിശക്തിയെ കുടിയിരുത്താമെന്ന് ഭാർഗവൻ നനച്ചു. യോഗം കൊണ്ട മുനിവര്യന്റെ ചൊൽപ്പടിയിലെ ഗംഗയെത്തി ഒരു കുടന്ന ജലമെടുത്ത് ഭഗവാൻ തളിച്ചു. അന്നേരം മുന്നിലെ തേജസ് അത് കുടികൊണ്ടിരുന്ന മണ്ണിൽ ലയിച്ചുപോയി. തന്റെ എല്ലാ പാവങ്ങളും പോർത്ത് തന്നിൽ അനുഗ്രഹം വർഷിക്കാൻ നിലകൊണ്ട സ്വന്തം മാതാവിന്റെ രൂപം അന്നേരം ഭാർഗവരാമന്റെ മനക്കണ്ണിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ദൃശ്യമായി. തച്ചു കൊല്ലാൻ മുതിർന്ന് തന്നോട് എല്ലാം ക്ഷമിക്കാൻ മുതിർന്ന് അദ്ദേഹം അനുഗ്രഹം ചൊരിയാനായി നിൽക്കുന്ന അഭിമാനമൂർത്തിയായ ഒരു അമ്മയുടെ ഭാവത്തില് ആദിശക്തിയെ ചൈതന്യത്തിന് വാഴ്വ നേടാനാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദേവിയുടെ തേജസ് ലയിച്ച മണ്ണ് ആചാര്യദേവൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു തൂശനിലയാൽ മൂടി തേങ്ങാമുറിയിൽ വെളിച്ചെണ്ണൊഴിച്ച് തിരികൊളുത്തി. അന്നേരം മിഥുനത്തില് അനിഴമായിരുന്നു. ആ നാളില് ഭാർഗവരാമൻ അവിടെ കുടിവെച്ച ആദിശക്തി ചൈതന്യത്തെ നാം ഇന്ന് ചേർപ്പിൽ അമ്മയായിട്ടാണ് കേട്ടോ ഇവിടെ ആരാധിക്കുന്നത്. അതിനുശേഷം പെരുവനം പൂരത്തിലും ആറാട്ടുപുഴ പൂരത്തിലൊക്കെ വലിയ സ്ഥാനമാണ് ചേർപ്പും ഭഗവതിക്ക് ഉള്ളത് കേട്ടോ. കല്യാണം നടക്കാത്തവരെ ഇവിടെ വന്ന് തൊഴുത തിരുവോണപൂജ വഴിപാട് നടത്തിയാൽ എളുപ്പം നടക്കുമെന്നാണ് വിശ്വാസം. എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു അനുഭവം. വീടിന്റെ ദോഷങ്ങൾ തീരാനും ഭൂമി പൂജയും ഇവിടെ നടത്തപ്പെടുന്നു കേട്ടോ. കിരങ്ങാട്ട്, ചിറ്റൂർ, പടിഞ്ഞാറേടത്ത്, അമ്പലപ്പിള്ളി, പഴയടത്ത് എന്നീ 5 മനകളിലെ ഊരാളന്മാരാണ് ഈ ക്ഷേത്രം ഭരിച്ചിരുന്നത് കേട്ടോ. പിന്നെ നിരവധി യജുർവേദ പണ്ഡിതന്മാര് ഒത്തുചേരുന്ന ഒത്തൂട്ട് എന്ന വാർഷിക സമ്മേളനത്തിനും ഈ ക്ഷേത്രം കാലം മുതലേ പ്രശസ്തമാണ്. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിലെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്തം കൊടികുത്തുപൂരം ഇവിടെ വളരെ വിശേഷമായിട്ട് തന്നെ ആഘോഷിക്കുന്നു കേട്ടോ. ഇവിടെ ദേവി ഭൂമിദേവി സങ്കല്പമാണ്. പിന്നെ അത് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ എങ്കിലും ഭഗവതിയായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഗ്രാമദേവതയായിട്ട് അറിയപ്പെടുന്നത് ഇവിടെ പരദേവതയായിട്ട് ഗ്രാമശാസ്താവാണ് കേട്ടോ. പിന്നെ ഇരട്ടപ്പനാണ് ഇവിടുത്തെ പ്രധാന ദേവതയായിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ദേവി നമ്മുടെ ചേർപ്പും ഭഗവതി അമ്മയുടെ സ്ഥാനമാണ്. ഐശ്വര്യവും ജ്ഞാനവും കൊണ്ട് സമ്പന്നമാണ്. 3 ത്രിമൂർത്തികളുടെ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന മാതൃവാത്സല്യത്തിൻ്റെയും അതുപോലെ പരിചരണത്തിൻ്റെയും പ്രതീകമായിട്ട് ഭക്തർക്ക് ചേർപ്പും ഭഗവതിയൊക്കെ ആരാധിക്കുന്നു കേട്ടോ. സരസ്വതിയെ പോലെ അവൾ തൻ്റെ ഭക്തർക്ക് അറിവും ജ്ഞാനവും നൽകുന്നു. ഇതും ഭയങ്കര വിശ്വാസമാണ്. പാർവതി ദേവിയെ പോലെ തന്നെ തന്റെ ഭക്തർക്ക് ശക്തിയും ധൈര്യവും നൽകുന്നു. ആവശ്യമായ സമയത്ത് അവർക്ക് സമൃദ്ധിയും ഐശ്വര്യവും നൽകി മഹാലക്ഷ്മിയായിട്ടും ചേർപ്പും ഭഗവതി നിലകൊള്ളുന്നു കേട്ടോ. പുരാതനമായ കടമ്പുഴ വിഷ്ണു ക്ഷേത്രം, ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന തളിയിലപ്പൻ ക്ഷേത്രം, കീഴാറ്റുള്ളി ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്നിവയുൾപ്പെടെ നിരവധി പുണ്യസ്ഥലങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഞാൻ തളിയിലപ്പൻ ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ കയറി വരുന്നത്. ആ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ക്ഷേത്രങ്ങളാണ്. നൂറ്റാണ്ടുകളായിട്ട് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും കേന്ദ്ര ബിന്ദുക്കളെ വർത്തിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ മതപരമായ വസ്ത്രധാരണത്തെയും കൂടി ഇത് സമ്പന്നമാക്കണമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇത് അവിടെ ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് ലക്ഷ്മി സ്തോത്രം, ലക്ഷ്മി നാരായണ സ്തോത്രവും അതുപോലെ ലളിത സഹസ്രനാമവും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും, ഞാൻ പറയാറില്ലേ പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞ മന്ത്രങ്ങളുടെയും അതേപോലെ
അതുപോലെ ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു പുണ്യഭൂമിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തളിയിലപ്പറമ്പിലെ കൃഷ്ണൻ വിഷ്ണു ക്ഷേത്രം. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ ക്ഷേത്രം മൊത്തത്തിലാണ് കാണിക്കുന്നത്. വളരെ ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ എത്ര വളരെ ശാന്തതയുള്ള വളരെ സൗന്ദര്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ചേർപ്പും ഭഗവതി ക്ഷേത്രം കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് തവണ ഞാൻ തിരുവോണപ്പൂജയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം തിരുവോണപ്പൂജ നടത്തി കല്യാണം നടക്കുന്നതാണ് വിശ്വാസം. എനിക്ക് ഒരുപാട് തവണ ദേവി എന്നെ പരീക്ഷിക്കുകയുണ്ടായി. ഒരുപാട് തവണ ഒറ്റടി പ്രദക്ഷിണവും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് ഇരുന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. എനിക്ക് ഈ ചേർപ്പും ഭഗവതിയെ കുറിച്ച് പറയാനുള്ളത് അത് വിവാഹശേഷം ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വിഷു ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ വിഷുക്കണി ഗംഭീരമായ തോതിൽ നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചു നേരം അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിന്നു കേട്ടോ. ഇവിടെ എന്നുവെച്ചാൽ കുറേ പണ്ടൊക്കെ 10-25 പറകൾ 120-125 പറകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 114 പറകളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെ അവിടെ തന്നെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞാനിതൊക്കെ കാണാനായിട്ട് പോയത് കേട്ടോ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ അത് വിഷുവും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭഗവതിയെ കണ്ടു തൊഴുന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. അങ്ങനെ കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കീഴറ്റുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കയറി. അവിടെ അത് തൊട്ട് ഫ്രണ്ടിൽ ചേർപ്പും ഭഗവതിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ക്ഷേത്രമാണ്. മുൻഭാഗത്തായിട്ട് തന്നെ കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രം ഒരു തറവാട്ട് വകയാണ്, ഒരു വകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കയറി ഇവിടെ വരുമ്പോൾ ചേർപ്പും ഭഗവതിയുടെ അവിടെ വരുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരാറ്. അപ്പോൾ അത് തൊഴാന്നുള്ളതൊരു വിശ്വാസമാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് കയറി. അവിടുന്ന് കയറി ഇറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും വിശാലമായ ഒരു കുടുംബക്ഷേത്രമൊക്കെ ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, നമ്മൾക്ക് വിളക്ക് വയ്ക്കുന്ന കൊട്ടില് അല്ലെങ്കിൽ എന്താ പറയുക മുല്ലത്തറ, അതൊക്കെ നമ്മളൊക്കെ എല്ലാം വിറ്റു കളഞ്ഞ കാരണം ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തറവാടും കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഇങ്ങനെ എത്ര വിപുലീകരിച്ചുള്ള ക്ഷേത്രങ്ങളൊന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കൊട്ടിലുകൾ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ വീടിന് ഓർമ്മ വരുന്നു. അതൊരു വലിയ സന്തോഷമാണ് മനസ്സിന്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ശാന്തതയാണ് കേട്ടോ. അല്ലെങ്കിലും പെരുവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു അമ്പലങ്ങളെ സംബന്ധിച്ച് അമ്പലങ്ങളെ നോക്കി കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. എപ്പോഴും ഭാഗവതം വായനയും സപ്താഹം വായനയും നാമജപങ്ങളും എല്ലാം ഉള്ളത്. ഇവിടെ ശാസ്താവാണ് കേട്ടോ പ്രതിഷ്ഠ. അപ്പോൾ ശാസ്താവിനെയൊക്കെ തൊഴുതു. ഇത് ഒരു കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. പെരുവനം അത് ചേർപ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എല്ലാം കൊണ്ടും കവുങ്ങും നനയും ഒക്കെയുള്ള പറമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വിഷു ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ചൂടും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ചു. പ്രദക്ഷിണമൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഈ അമ്പലം ഒന്നുകൂടെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഒരു വലിയ സന്തോഷമായി. കീഴാറ്റുള്ളി മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ക്ഷേത്രത്തിലും എല്ലാവിടെയും എത്തിയതാണ്. ഇവിടെ വീണ്ടും വന്നത് തൊഴാനായിട്ട് വന്നു. അതിന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് അതിലൊരു വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയുള്ള വിശേഷങ്ങൾ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.